പാദം പുണർന്നു ഞാൻ ഒന്ന് ആരാധിക്കട്ടെ. എൻ കരങ്ങൾ തിരുപ്പാതെ ഞാൻ ഒന്നു ചേർത്തു വയ്ക്കട്ടെ. നന്മ ചെയ്തു സഞ്ചരിച്ച പാദങ്ങൾ ഒന്നു ചുംബിച്ചിടട്ടെ. ജീവന്റെ നാഥനാമേശുവേ, എൻ്റെ തമ്പുരാനേ, നിൻ പാദം പുണർന്നു ഞാൻ ഒന്ന് ആരാധിക്കട്ടെ. എൻ കരങ്ങൾ തിരുപ്പാതെ ഞാൻ ഒന്നു ചേർത്തു വയ്ക്കട്ടെ. നന്മ ചെയ്തു സഞ്ചരിച്ച പാദങ്ങൾ ഒന്നു ചുംബിച്ചിടട്ടെ. ജീവന്റെ നാഥനാമേശുവേ, എൻ്റെ തമ്പുരാനേ, ഉത്ഥാനം ചെയ്തവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ചേർന്നു പാടാം. ഉത്ഥാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദിവ്യകുമാരനെ ആരാധിക്കുന്ന സ്നേഹസ്പർശനത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം. ഈ ആരാധനാ സമയം പരിശുദ്ധ അമ്മ വളരെ പ്രത്യേകമായി നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പരിശുദ്ധ അമ്മ കുടുംബങ്ങളിലെ രാജ്ഞിയായി ആയിരിക്കുന്നവളാണ്. ഈശോ അപ്രകാരം വലിയൊരു കൃപയിലേക്ക് നമ്മളെ എല്ലാവരെയും നയിക്കുകയാണ്. സ്നേഹസ്പർശനത്തിൻ്റെ ഈ അനുഗ്രഹീതമായ സമയം നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ വലിയൊരു അത്ഭുത സാന്നിധ്യമായി അമ്മ എന്നും നിറഞ്ഞു നിൽക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധ അമ്മ ജീവിച്ച് കടന്നുപോയ കുടുംബങ്ങളെ നമ്മളൊന്ന് പരിചയപ്പെടുകയാണ്. അതിലൊന്നാമത്തെ കുടുംബം സംശയമൊന്നുമില്ല, അത് നസ്രത്തിലെ കുടുംബമായി നമ്മൾ പരിഗണിക്കുന്നു. ആരൊക്കെയുണ്ട് നസ്രത്തിലെ കുടുംബത്തിൽ? അവിടെ ഔസേപ്പിതാവുണ്ട്, മറിയമുണ്ട്, ഉണ്ണിയേശുവുണ്ട്. ഈ കുടുംബത്തെ നമ്മൾ വിളിക്കുന്നത് തിരുക്കുടുംബം എന്നാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ് ആ കുടുംബം. അത്ഭുതങ്ങൾ എന്നും ലോക ജനതയ്ക്ക് വാരി വിതറുന്ന ഒരു കുടുംബം. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അത്ഭുതകരമായ ചില കാര്യങ്ങൾക്ക് അവിടെ ഇടവരുത്തുകയാണ്. മറ്റൊരു കുടുംബത്തെ നമ്മൾ പരിചയപ്പെടുന്നത് സഖറിയായുടെയും എലിസബത്തിൻ്റെയും ഭവനമാണ്. പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിൽ നീണ്ട നാളുകളായി അവർക്ക് വല്ലാത്ത ഒരു വിഷമം ഉണ്ടായിരുന്നു. എന്താ അത്? ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള കൃപയില്ലല്ലോ എന്നുള്ള ദുഃഖം. എലിസബത്തും സഖറിയായും അസ്വസ്ഥരായിരുന്നു ആ കാരണത്താൽ. വർഷങ്ങളേറെ കഴിഞ്ഞിരിക്കുന്നു. ആ കുടുംബത്തിലേക്ക് ഒരു വലിയ അത്ഭുതം കടന്നു വരികയാണ്. ആ അത്ഭുതമാണ് സ്നാപക യോഹന്നാൻ. പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിലേക്ക്
ആ അത്ഭുതവും കൊണ്ട് യാത്ര ചെയ്തെത്തുന്നത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട പരിശുദ്ധ മറിയമാണ്. നിരാശയുടെയും ദുഃഖത്തിൻ്റെയും, ഇനി മുന്നോട്ട് നോക്കുമ്പോൾ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്ത വണ്ണം എല്ലാം തകർന്നു വീണു എന്ന് കരുതുന്നവർക്കും ഈ സംഭവം ഒരു മാർഗദർശമാണ്. മറിയം അത്ഭുതങ്ങൾക്ക് വിഷയമാണ്. പരിശുദ്ധ മറിയം അത്ഭുതങ്ങളും കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. ആ കുടുംബത്തിലോട്ട് കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിൽ അത്ഭുതം വലിയ ഒരു ആനന്ദത്തിന് വിഷയമായി മാറുകയാണ്. മറ്റൊരു കുടുംബത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നത് അത് മർക്കോസിൻ്റെ മാളികയിൽ വെച്ച് പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരും ഒരുമിച്ച് പ്രാർത്ഥിച്ച പന്തക്കുസ്ത അനുഭവത്തെക്കുറിച്ചാണ്. അതും ഒരു കുടുംബ കൂട്ടായ്മയാണ്. മർക്കോസിൻ്റെ മാളിക മുറി. പ്രിയപ്പെട്ടവരെ, അവിടെ എന്തു സംഭവിച്ചു? അവിടെയും സംഭവിച്ചത് പരിശുദ്ധ അമ്മയിലൂടെ വലിയ ഒരു അത്ഭുതമാണ്. വലിയ ഒരു അത്ഭുതം, പന്തക്കുസ്ത എന്ന് പറയുന്ന മഹത്തായ അത്ഭുതം. ഇനി നിങ്ങളുടെ ശ്രദ്ധ വിശുദ്ധ ഗ്രന്ഥത്തിൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം, നമുക്കൊക്കെ വളരെ പരിചിതമായ കാനായിലെ വിവാഹ വിരുന്ന്. ആ കുടുംബത്തിൽ അവരുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചു, വീഞ്ഞു തീർന്നുപോയി എന്നുള്ളതാണ് സംഭവം. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ജീവിതത്തിൽ കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ചു, ഇനി ഒരു സാധ്യതയുമില്ല മുന്നോട്ട് നീങ്ങാൻ. അപ്രകാരം അസാധ്യതകളുടെ നടുവിൽ സാധ്യതകൾ ഒരുക്കി വിരുന്നൊരുക്കുന്ന വലിയൊരു അത്ഭുത പ്രപഞ്ചം ആ കുടുംബത്തിൽ സൃഷ്ടിക്കുന്നതിന് വഴി കാട്ടുന്നത് പരിശുദ്ധ മറിയമാണ്. അങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ചില ഭവനങ്ങളെ പങ്കുവച്ചു. ഒന്ന് തിരുക്കുടുംബം, മറ്റൊന്ന് സക്രിയായുടെയും എലിസബത്തിൻ്റെയും ഭവനം, മറ്റൊന്ന് മർക്കോസിൻ്റെ മാളികമുറി, 4-ാമതായിട്ട് പറഞ്ഞു വയ്ക്കുന്നത് കാനായിലെ വിവാഹ വിരുന്ന്. മറ്റൊരു കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നത് ശിഷ്യരിൽ പ്രിയപ്പെട്ടവനായ യോഹന്നാൻ്റെ കുടുംബത്തെയാണ്. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശു കാൽവരി മലയുടെ നെറുകയിൽ വെച്ച് താഴെ കുരിശിന് താഴെ നിൽക്കുന്ന യോഹന്നാനോട് പറയുന്നുണ്ട്, യോഹന്നാനെ, ഇനി മുതൽ നിന്റെ അമ്മ നിൽക്കുന്നു. പരിശുദ്ധ മറിയത്തിനും ചേർത്ത് വെച്ച് കൊടുക്കുന്നത് യോഹന്നാനെയാണ് മകനായിട്ട്. അന്നു മുതൽ മറിയം യോഹന്നാൻ്റെ കൂടെ യോഹന്നാൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കുടുംബത്തെയും പരിഗണിക്കാം, യോഹന്നാൻ്റെ കുടുംബം. പ്രിയപ്പെട്ടവരെ, ഈ യോഹന്നാൻ്റെ ജീവിതത്തിൽ പിന്നീട് അത്ഭുതകരമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അവൻ്റെ സ്വഭാവം മുഴുവൻ മാറ്റപ്പെടുകയാണ്. ഒരു പുതിയ അഭിഷേകം യോഹന്നാൻ്റെ ജീവിതത്തിലോട്ട് ലഭിക്കുകയാണ്. യോഹന്നാനെക്കുറിച്ച് വായിച്ചു പോകുമ്പോൾ രസകരമായ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, യോഹന്നാൻ ഒരു അധികാരമോഹിയായിരുന്നു എന്നുള്ളതാണ്. യേശുവിൻ്റെ വലതും ഇടതും നിൽക്കാനുള്ള ആഗ്രഹത്തോടുകൂടി പലപ്പോഴും യോഹന്നാനും സഹോദരനും കൂടെ യേശുവിനെ സമീപിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ റെക്കമെൻഡേഷനും കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊരു സംഭവം, ആരെയും കൂടെ കൂട്ടാത്തവനാണ് യോഹന്നാൻ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരുവൻ അവിടെ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ അവൻ ചെന്നതെല്ലാം മുടക്കുകയാണ്. അപ്പോൾ യേശു പറയുന്നുണ്ട്, നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ ഭാഗത്താണ്, അവനെ തടയണ്ട. മറ്റൊരു പ്രത്യേകത, യോഹന്നാനെ കുറിച്ച് വായിച്ചു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് സമരിയായിലൂടെ കടന്നു പോകുന്ന ജനം, യേശുവുണ്ട്, ശിഷ്യന്മാരുണ്ട്. അവിടെ വെച്ച് ആ ജനം ഇവരെ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? യോഹന്നാൻ യേശുവിനോട് പറയുന്നുണ്ട്, യേശുവേ, ഞാൻ 2 കരങ്ങൾ ഉയർത്തി സ്വർഗത്തിലേക്കൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. എന്തിനെന്നറിയോ? സ്വർഗത്തിൽ നിന്ന് അഗ്നിമഴ ഇറക്കി ഇവിടെയുള്ളവരെല്ലാം നശിപ്പിച്ചു കളഞ്ഞാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തെ മുഴുവൻ നശിപ്പിക്കാൻ ആലോചിച്ചവനാണ് നമ്മുടെ ഈ പറഞ്ഞ യോഹന്നാൻ. എന്നാൽ ദുഃഖവെള്ളിയുടെ രാത്രി മുതൽ യോഹന്നാൻ ജീവിക്കുന്നത് മറിയത്തിനോടൊപ്പമാണ്. പിന്നീട് മറിയം യോഹന്നാൻ്റെ ജീവിത രീതികളിൽ വലിയ വ്യത്യാസങ്ങൾക്ക്, അത്ഭുതങ്ങൾക്ക് ഇടവരുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. മറിയത്തിൻ്റെ സാന്നിധ്യം അത്ഭുതങ്ങൾ ഉളവാക്കുന്ന സാന്നിധ്യമാണ്. മറിയത്തിൻ്റെ സാന്നിധ്യം അത്ഭുതങ്ങളിലേക്ക് നമ്മളെയും കൂട്ടിക്കൊണ്ടുപോകുന്ന സാന്നിധ്യമാണ്. മറിയത്തിൻ്റെ സാന്നിധ്യം ദൈവികാരുണ്യം
കുടുംബമാക്കി മാറ്റുന്ന സാന്നിധ്യമാണ്. ഇനി നീ നിന്റെ കുടുംബത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നിന്റെ കുടുംബത്തിൽ പരിശുദ്ധ മറിയത്തിൻ്റെ സാന്നിധ്യം എത്രത്തോളം ഉണ്ട്? പരിശുദ്ധ മറിയം പുത്രനായ യേശുവിലേക്കാണ് നമ്മളെ എത്തിക്കുന്നത്. നമ്മളൊക്കെ ചെറുപ്പകാലം മുതൽ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ചൊല്ലി പഠിച്ചു വളരുന്നവരാണ്. പ്രത്യേകിച്ച് കൊന്ത ചൊല്ലിയാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം നിലനിൽക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കാത്ത കുടുംബങ്ങൾ തകർന്നു പോകും. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ കൊന്ത ചെല്ലുന്ന ശീലങ്ങൾ ഒരുപക്ഷെ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ആരാധന സമയത്ത് ഒരു കാര്യം ഉറപ്പിക്കുക: വീണ്ടും നഷ്ടപ്പെട്ട ആത്മീയ ചൈതന്യം ആ പരിശുദ്ധ അമ്മയോട് ചേർത്ത് കുടുംബ പ്രാർത്ഥന വീണ്ടും പുതുക്കി പണിയുക. കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ അത്ഭുതങ്ങൾ സാവധാനം കടന്നു വരാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും തന്നെ കൊന്ത നമ്മുടെ കയ്യിൽ കൊണ്ട് നടക്കുന്നത്, കൊന്ത എപ്പോഴും ചൊല്ലുന്നത്. കാരണം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിക്കുമ്പോൾ ഈ അത്ഭുതകരമായ സംരക്ഷണം എപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. കാലമേറെ മുന്നോട്ട് നീങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കുടുംബത്തിലൊക്കെ പ്രാർത്ഥിച്ചിരുന്ന ആ പ്രാർത്ഥനാ ശൈലിയൊക്കെ മാറിയിരിക്കുന്നു. പണ്ടൊക്കെ നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥന പായ എന്ന പേരിൽ തന്നെ ഒരു പായ തന്നെയുണ്ട്. ആ പ്രാർത്ഥിക്കുന്ന ഇടത്ത് നമ്മളവിടെ മുട്ടുകുത്തി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും. അത് വളരെ ചിട്ടയോടുകൂടി നമ്മുടെ കുടുംബങ്ങൾ നിലനിരുന്ന ഒരു ശൈലിയാണ്. ഒച്ചത്തിലാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചിരുന്നത്. ചുറ്റുവട്ടത്തുള്ള ഭവനങ്ങളിലുള്ളവർക്കും കേൾക്കത്തക്ക വണ്ണമാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലി. എന്നാൽ കാലം മുന്നോട്ട് നീങ്ങി സുഖസൗകര്യങ്ങൾ പലതും മാറി മാറി വന്നു. ഇപ്പോൾ പ്രാർത്ഥന പലരും മുട്ടുകുത്തി എന്നുള്ളത് മാറി. ചിലർ ഇരിക്കാൻ തുടങ്ങി, ചിലർ കിടന്നുകൊണ്ടായി, മറ്റു ചിലർ മൊബൈൽ ഫോണിലാണ് അവരുടെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നത്. അതും ചൊല്ലുന്നതും പിറുവിറുക്കുന്നത് പോലെയൊക്കെയായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ശൈലി ഒന്ന് മാറ്റിപ്പിടിക്കാൻ ഇന്നേ ദിവസം പരിശുദ്ധ അമ്മ നമ്മുടെ കുടുംബങ്ങളെ ക്ഷണിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ സമ്പത്താണ് ആ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയം. ആ സമ്പത്ത് ഉപേക്ഷിക്കാമോ? ഒരിക്കലും പാടില്ല. മറ്റെന്തെല്ലാം നേട്ടം കിട്ടിയാലും കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു ശൈലി ഒരിക്കലും ഉപേക്ഷിക്കരുത്. അതാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. പഴയ നിയമത്തിൽ ദാനിയേൽ പ്രവാചകനെക്കുറിച്ച് മനോഹരമായി എഴുതപ്പെട്ടിട്ടുള്ള ഒരു സുന്ദര വചനമുണ്ട്. ദാനിയേൽ പ്രവാചകൻ ദാനിയേൽ എങ്ങനെ പ്രാർത്ഥിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ്. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം തിരുവചനം. വചനം ഇങ്ങനെ പറയുന്നു: രേഖയിൽ മുദ്ര വച്ചിരിക്കുന്നുവെന്നറിഞ്ഞ ദാനിയേൽ സ്വഭവനത്തിലേക്ക് പോയി. വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ജെറുസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങൾ ഉണ്ടായിരുന്നു. താൻ മുൻപ് ചെയ്തിരുന്നത് പോലെ അവൻ അവിടെ ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. ദാനിയേൽ പ്രാർത്ഥിച്ച ശൈലിയെക്കുറിച്ചാണ് പറയുന്നത്. ദാനിയേൽ എന്ത് ചെയ്തു? മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. മറ്റൊരു കാര്യം എന്താ ചെയ്തത്? അവൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. വചനം പറയുന്നു, ദിവസവും 3 പ്രാവശ്യം അവൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥിക്കാൻ ഒരിടമുണ്ടാവണം. ആ പ്രാർത്ഥിക്കുന്നിടത്ത് എപ്പോഴും നമുക്ക് ഒരഭിഷേകം നിറഞ്ഞു നിൽക്കും. പ്രിയപ്പെട്ടവരെ, അല്പം ക്ലേശങ്ങളൊക്കെ സഹിച്ചിട്ടാണെങ്കിലും കുടുംബ പ്രാർത്ഥന സമയത്ത് ഒന്ന് മുട്ടുകുത്തി നിൽക്കാനും ഒച്ചത്തിൽ പ്രാർത്ഥിക്കാനും കുടുംബത്തിൽ അത്ഭുതങ്ങൾക്ക് വിഷയമയമാവുന്ന പരിശുദ്ധ അമ്മയെ കൂടെ നിർത്തുവാനും ഒരു വലിയ ആഗ്രഹം ഉണ്ടാവട്ടെ. കാരണം പരിശുദ്ധ അമ്മ സന്ദർശിച്ചതും കടന്നു ചെന്നതുമായ സകല കുടുംബങ്ങളിലും അത്ഭുതങ്ങളുണ്ടായി. ആ അത്ഭുതം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഈ കുടുംബങ്ങളിലും ഇപ്പോൾ തന്നെ സംഭവിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് വരുന്ന ആരാധന സമയത്ത് ഈ ആഗ്രഹത്തോടുകൂടി നമുക്ക് ഒരുമിച്ച് ആഗ്രഹിക്കാം. പരിശുദ്ധ അമ്മ അത്ഭുതങ്ങളുമായി വരുന്നവളാണ്, നമുക്ക് സ്വീകരിക്കാം. ഈ ആഗ്രഹം ഈ സമയം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അമ്മ സന്ദർശിച്ച ഭവനങ്ങളൊക്കെ അത്ഭുതങ്ങൾക്ക് ഇടവന്നിട്ടുണ്ടെങ്കിൽ ഈ സമയം നിന്റെ ഭവനത്തിലും ഒരത്ഭുതം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. ആരാധിക്കുന്ന ദൈവജനം ഇപ്രകാരം അഭിഷേകത്തിൽ വളരാൻ തുടങ്ങും.
ചേർന്ന് മാലാഖമാരോടൊക്കെ ഒന്ന് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. കൈകളൊക്കെ അടിച്ച് പാടാൻ പറ്റുമെങ്കിൽ കൈയൊക്കെ അടിച്ച് സന്തോഷത്തോടുകൂടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പഠിക്കേ. അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവജഡത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. എല്ലാവരും. അന്ത്യകാലത്ത് സർവജഡത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ആമേൻ. അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. കൈകൾ ഉയർത്തി, കൈകൾ അടിച്ചു നമ്മുടെ ശരീരത്തിൽ ഒരു ദൈവമഹത്വം സ്വീകരിക്കട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ കുടുംബത്തിൽ ഈ സമയം ഒരു അത്ഭുതത്തിനിട വരുത്തട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്നോളം അനുഭവിക്കാത്ത ദൈവകൃപ, ഒരു പുത്തൻ അഭിഷേകം സംഭവിക്കട്ടെ. നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന്, ശിഷ്യന്മാരോട് ചേർന്ന്, എല്ലാവരോടും ചേർന്ന് കൈകളടിച്ച് പാടി പ്രാർത്ഥിക്കാം. ആമേൻ. അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാ നുകവും അകന്നു പോകും. ആമേൻ. അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാ നുകവും അകന്നു പോകും. വചനത്തിന്റെ ശക്തിയാൽ എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറും. വചനത്തിന്റെ ശക്തിയാൽ എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറും. ആമേൻ. ആമേൻ. അന്ധകാര ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. അഭിഷേകത്തിൻ ശക്തി വെളിപ്പെടുമ്പോൾ അന്ധകാര ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. അഭിഷേകത്തിൻ ശക്തി വെളിപ്പെടുമ്പോൾ അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പാടി പാടി. അഭിഷേകം. ആമേൻ. അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവജഡത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവജഡത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം. ആമേൻ. അഭിഷേകം. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. എല്ലാവരും. അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. അഭിഷേകത്തിന്റെ ശക്തി നിറയപ്പെടട്ടെ. കെട്ടുകൾ അഴിയട്ടെ. ഒരു പുത്തൻ അഭിഷേകം നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുള്ളിടങ്ങളിൽ പരിശുദ്ധ അമ്മ നയിക്കുന്നത്, പുത്രനായ യേശു വാഗ്ദാനം ചെയ്യുന്ന ഒരു പുത്തൻ പന്തക്കുസ്ത, ഒരു പുത്തൻ അത്ഭുതം, ഒരു പുത്തൻ അഭിഷേകം. ഈ അഭിഷേകത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല കുടുംബങ്ങളും പങ്കുപറ്റട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം രണ്ട് കരങ്ങളും സാധിക്കുമെങ്കിൽ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ചു പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന അല്പം കൂടെ മനോഹരമായി അഭിഷേകത്തോടെ അർപ്പിക്കുവാനുള്ള കൃപ നൽകണമേ. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നിങ്ങളുടെ കുടുംബങ്ങളിൽ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥനയോട് താല്പര്യമില്ല, ദൈവവിചാരമില്ല, ഒരുപക്ഷെ കുടുംബ പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ അസ്വസ്ഥതയുണ്ടാക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, സ്ലീഹന്മാർ നിറഞ്ഞ പോലെ ശക്തിയേകി എന്നെ നയിക്കണമേ. എന്തിനു വേണ്ടി? പരിശുദ്ധ അമ്മയിലൂടെ
ഒരു പുതിയ അഭിഷേകം നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കപ്പെടുവാൻ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോലെ ശക്തിയേകി എന്നെ നയിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി ശക്തിയേകി നയിക്കണേ. ചേർന്ന് സ്വരമുയർത്തി പാടാമോ? സ്ലീഹന്മാരിൽ നിറഞ്ഞ പോലെ ശക്തിയേകി ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോലെ സ്ലീഹന്മാരിൽ നിറഞ്ഞ നിറഞ്ഞപ്പോ ശക്തിയേകി ശക്തിയേകി നയിക്കണേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന സജീവമാക്കുമ്പോൾ തന്നെ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് ഉത്തരം ലഭിക്കും. ഈ ആരാധന സമയം അതൊരു തീരുമാനമാക്കിയെടുക്കാം. അല്പം ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും കുടുംബാംഗങ്ങൾ ഇന്നു മുതൽ ഒരുമിച്ച് ദൈവത്തിനു മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു തീരുമാനം. അപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ കെട്ടുകളഴിയും, ഒരു പുതിയ അഭിഷേകം നമ്മുടെ കുടുംബത്തിൽ വ്യാപരിക്കും. വളരെ പ്രത്യേകമായി സമയം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ ഏതെങ്കിലുമൊക്കെ പാരമ്പര്യ രോഗങ്ങൾ, പീഡകൾ, അസ്വസ്ഥതകൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ആ ജപമാലയെടുത്ത് കൊന്തയെല്ലി പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അത്ഭുതങ്ങൾ ഉളവാക്കുന്ന സാന്നിധ്യമാണ്. അത് നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയുടെ സമയം അപ്രകാരം പുത്തൻ അഭിഷേകം സ്വീകരിക്കുന്ന സമയമാണ്. തടസ്സങ്ങൾ വിട്ടുമാറുന്ന സമയമാണ്. പരിശുദ്ധ അമ്മയോടൊത്ത് ഈ ദിനങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്രകാരം ഒരു കൃപയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. വളരെ പ്രത്യേകമായി നിങ്ങളോട് ആരെങ്കിലുമൊക്കെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദാ ഈ അൾത്താരയുടെ മുമ്പിൽ സമർപ്പിക്കുക. നിങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള വ്യക്തികളെ, അവരുടെ പേര്, അവരുടെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് ദാ ഈ സമയത്ത് സമർപ്പിക്കുക. പരിശുദ്ധ അമ്മ അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമാവണ്ണം ഇടപെടട്ടെ. അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾക്ക് പരിശുദ്ധ അമ്മ വഴി ഒരു ഉത്തരം ലഭിക്കട്ടെ. പരിശുദ്ധ അമ്മ അവരുടെ കുടുംബങ്ങളെ പുതിയൊരു അഭിഷേകത്തിലേക്ക് നയിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിറച്ചു നിൽക്കാം. പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കുന്ന വലിയ അത്ഭുതങ്ങൾ. കൊന്ത ചൊല്ലി മടുത്തിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ആ മടുപ്പ് മാറ്റിവെച്ച് വീണ്ടും പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിക്കാനുള്ള തീരുമാനം. ഒരുപക്ഷെ നാളുകൾക്ക് മുമ്പ് ജപമാലയൊക്കെ ചൊല്ലുന്നതിൽ വലിയ തീഷ്ണതയുണ്ടായിരുന്നു. നഷ്ടപ്പെട്ടു പോയവരുണ്ടെങ്കിൽ വീണ്ടും ആ വലിയ തീഷ്ണത തിരിച്ചു പിടിക്കുക. അമ്മയെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ മക്കൾ തളരേണ്ടി വരില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കൊരമ്മയുണ്ട്. ആ അമ്മയോട് ചേർന്ന് നമുക്ക് ജീവിക്കാം. പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പും അതുതന്നെയാണ്. വലിയ ആനന്ദത്തിൻ്റെയും കൃപയുടെയും സമയം. ഈ ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ദാ അമ്മ വഴി പുത്രനിലേക്ക് ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നു. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന